നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ KSRTCയുടെ താൽക്കാലിക ഡിപ്പോ നവംബർ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. തൊടുപുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്നതിൽ പിശക്, സബ്സിഡിയുടെ ആനുകൂല്യം നഷ്ടപ്പെടുന്നതായി പരാതി. കർഷക ചൂഷണത്തിനെതിരെ ഏലം കർഷകർ സംഘടിക്കുന്നു. സ്വന്തം നിലയ്ക്ക് ലേലം നടത്താൻ നീക്കം. വാർത്തകൾ വിശദമായി. തൊടുപുഴ KSRTC ഡിപ്പോ നവംബർ 1 മുതൽ പുതിയ സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഇതിനുവേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. താൽക്കാലിക ഡിപ്പോയുടെ പ്രവർത്തന കേന്ദ്രമായ മുനിസിപ്പൽ ലോറി സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ലോറി സ്റ്റാൻഡ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ്, കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പേ ആൻഡ് പാർക്ക് എന്നീ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 12 കോടി മുടക്കിൽ നിലവിലുള്ള ഡിപ്പോ നവീകരിക്കുന്നതിനു വേണ്ടിയാണ് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നത്. 1.5 വർഷത്തിനുള്ളിൽ ഡിപ്പോയുടെ നവീകരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് KSRTC അധികൃതർ അവകാശപ്പെടുന്നത്. സപ്ലൈകോയിൽ വെളിച്ചെണ്ണയ്ക്ക് അധിക വില ഈടാക്കിയതായി പരാതി. തൊടുപുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിയ ഇടവെട്ടി നീലിയറ ജെയ്സൺ ജേക്കബാണ് പരാതിക്കാരൻ. 1/2 കിലോ വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ സബ്സിഡി വിലയായ 31 രൂപയ്ക്ക് പകരം 37 രൂപ ഈടാക്കിയെന്നാണ് ജെയ്സൺ പറയുന്നത്. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടെങ്കിലും സപ്ലൈകോ ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയത്രേ. ഇതേ തുടർന്ന് ഹെഡ് ഓഫീസിൽ വിളിച്ച് പരാതിപ്പെടുകയായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം 6 രൂപ തിരിച്ചു നൽകുകയായിരുന്നു. റേഷൻ കാർഡുമായി എത്തിയാണ് ജെയ്സൺ വെളിച്ചെണ്ണ വാങ്ങിയത്. ബൈപ്പാസ് റോഡിലുള്ള പീപ്പിൾ ബസാറിൽ 1/2 ലിറ്റർ വെളിച്ചെണ്ണ റേഷൻ കാർഡുമായിട്ട് പോയി 1/2 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചു. അവിടുത്തെ ബിൽ റേറ്റ് 37 രൂപ വെച്ചാണ് അദ്ദേഹം ബില്ലടിച്ചു തന്നത്. ഞാനത് അദ്ദേഹത്തിനോട് ചോദിക്കുകയും, ഞാൻ ഇതിനു മുമ്പ് അടിമാലി സപ്ലൈകോയിൽ 31 രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ച മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വളരെയധികം ചൂടാകുകയും, അങ്ങനെ 37 രൂപയ്ക്ക് ഈ കേരളത്തിൽ എവിടെയും 1/2 ലിറ്റർ വെളിച്ചെണ്ണ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുകയും, പിന്നീട് അദ്ദേഹം എന്നെ വല്ലാതെ ചൂടായി എന്നെ പുറത്തേക്ക് തള്ളിവിടുന്ന രീതി വരെ ചെയ്ത് ഞാൻ ബില്ലും മേടിച്ച് ഞാൻ പേ ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ സപ്ലൈകോയുടെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു റേറ്റ് ഇപ്പം കേരളത്തിൽ നിലവിലില്ല, അപ്പം അപ്പം നിങ്ങളവിടെ നിൽക്കുക, ഞാൻ അദ്ദേഹത്തിന് വിളിച്ച് പറയുന്നത്. അദ്ദേഹം വിളിച്ച് പറയുകയും ചെയ്തു. അപ്പം വിളിച്ച് ഞാൻ ആ ഓഫീസിലേക്ക് വിളിക്കുകയും അദ്ദേഹം എന്നോട് ചൂടായതിന് ശേഷം ഞാൻ വീണ്ടും പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ വീണ്ടും അങ്ങോട്ട് ഫോൺ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് എനിക്ക് 6 രൂപ തരികയും ചെയ്തു. പക്ഷേ അദ്ദേഹം അത്രയും നേരം എനിക്ക് 6 രൂപ എനിക്ക് തിരിച്ചു തന്നു. അപ്പം 31 രൂപ ഉണ്ടെന്നുള്ളത് ഉറപ്പായി. പക്ഷേ അദ്ദേഹം ആ ബില്ല് എൻ്റെ കയ്യിലുണ്ട്. ബില്ല് ഞാൻ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ പബ്ലിക് പലരും അങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ ആർക്കും അത് പറയാനുള്ള മടി കൊണ്ട് പലരും ഇങ്ങനെ കബളിപ്പിക്കപ്പെടും. സബ്സിഡി ഇല്ലാത്ത ലിസ്റ്റിൽപ്പെടുത്തി ബില്ലടിച്ചതാണ് പിശക് വരാൻ കാരണമെന്ന് സപ്ലൈകോ മാനേജർ വിശദീകരിച്ചു. എന്നാൽ പിശക് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുത്താൻ തയ്യാറാകാത്തത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ അധികൃതർ തയ്യാറായില്ല. ഇത്തരത്തിൽ ബില്ലടിക്കുന്നത് മൂലം പലർക്കും സബ്സിഡിയുടെ ആനുകൂല്യം നഷ്ടപ്പെടുന്നതായും പരാതിയുണ്ട്. കേരളത്തിലെ കോളേജ് പ്രിൻസിപ്പൽമാരുടെ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 29-30 തീയതികളിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നൂതന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സെമിനാറെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ് പറഞ്ഞു. കേരളത്തിലെ എല്ലാ കോളേജുകളിലെയും പ്രിൻസിപ്പൽമാരുടെ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 29-30 തീയതികളിൽ ന്യൂമാൻ കോളേജിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ കോളേജ് പ്രിൻസിപ്പൽമാരുടെ സംഘടനയുടെ സഹകരണത്തോടു കൂടി നടക്കുന്ന ഈ സമ്മേളനത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുകയും അവയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗുരുതരമായ പല പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗുണമേന്മയിലുണ്ടാകുന്ന ഇടിവ്, ജോലി സാധ്യതകളുടെ അപര്യാപ്തത, ഗവേഷണ രംഗത്തെ ശോച്യാവസ്ഥ, സ്ഥാപനങ്ങളുടെ സ്വയംഭരണമില്ലായ്മ, രാഷ്ട്രീയമായ അതിപ്രസരം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് ഈ സെമിനാറിൽ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 100ഓളം പ്രിൻസിപ്പൽമാർ ഇതിനോടകം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ തീർച്ചയായും നമ്മുടെ സർക്കാരിനും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയരൂപീകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറെ സഹായകമായി തീരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. വാർത്തകൾ തുടരുന്നു. ഏലം കർഷക ചൂഷണത്തിനെതിരെ കർഷകർ സ്വന്തമായി ലേലം സംഘടിപ്പിക്കും. ഇൻഫോം നേതൃത്വത്തിലാണ് ലേലം നടത്തുന്നത്. മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച വിളി ലേലം വിജയകരമായ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ കൂടുതൽ ലേല പരിപാടികൾ ആസൂത്രണം ചെയ്തതായി ഇൻഫോം ദേശീയ ട്രസ്റ്റി ഡോക്ടർ MC ജോർജ്, ദേശീയ സെക്രട്ടറി ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ലേല സമ്പ്രദായവും അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ നിയന്ത്രണങ്ങൾ ഒരു കാർഷിക ഉൽപ്പന്നമാണ് ഏലക്ക. ഇതിന്റെ നിയന്ത്രണങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ കർഷകന്റെ ഉൽപ്പന്നം കർഷകന് ഏറ്റവും ഉത്തമമെന്ന് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പോലെ തന്നെ ഇതിന്റെ ക്രയവിക്രയങ്ങൾ നടക്കണം. ഇതാണ് ഞങ്ങളുടെ. പിന്നെ ഈ 50 പൈസയിലാണ് ഇത് 82-ൽ ഈ ലേല നടപടികൾ തുടങ്ങുമ്പോൾ 50 പൈസയായിരുന്നു. ഓരോ ഇൻക്രിമെന്റൽ റേറ്റ് 10 പൈസ 10 പൈസയിലാണ് ഇതിന്റെ തുടക്കം. അത് 87 ആയപ്പോ 50 പൈസയാക്കി. അതായത് 5 കൊല്ലം കഴിഞ്ഞപ്പോ 5 ഇരട്ടിയാക്കി. ഈ 87-ൽ 50 പൈസയാണ് 2012-ൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഉണ്ടാക്കാൻ അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ഒരു സംഗതി. യഥാർത്ഥത്തിൽ അതിനകത്തൊരു കാര്യമില്ല. കാരണം കർഷകന്റെ ഉൽപ്പന്നം അവന് വില കിട്ടുന്നിടത്ത് അതിനെ കൊണ്ട് വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഇത് ഈ 5 രൂപയോ 10 രൂപയോ എന്നുള്ള പ്രശ്നമില്ല. അതുപോലെ ഇതിന്റെ വിപണി, ഈ ലേലം ഇലക്ട്രോണിക് ലേലമാണ്. ഈ പുറ്റടിയിലും ബോഡിനാക്കിലും നടക്കുന്ന ഇലക്ട്രോണിക് ലേലമാണ് ഈ ലേലം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ മാനുവൽ ലേലമാണ് പണ്ട് നടന്നുകൊണ്ടിരുന്നത്. മാനുവൽ ലേലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയുള്ള ലേലം വിളി. അപ്പൊ ഞങ്ങളിപ്പോ ഇൻഫാം കഴിഞ്ഞ 19-ാം തീയതി മൂവാറ്റുപുഴ EC മാർക്കറ്റില് ലേലം വിളി, മാനുവൽ വിളി ലേലം, മാനുവൽ ലേലവും ഈ പ്രൊവിഷൻ ഉള്ളതാണ്. അത് അവിടെ പ്രതീകാത്മകമായിട്ടാണെങ്കിൽ അവിടെ തുടങ്ങി വെച്ചു. നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഇതിനൊരു പാരലായിട്ട് ആദ്യം തന്നെ ഇതെല്ലാം ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളയുക, പിന്നെ രണ്ടാമത് ഇനി ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നത് വരെ ഈ വിളി ലേലം തുടരാനുള്ള ഇടുക്കി ജില്ലയിൽ 2-3 സ്ഥലത്തെങ്കിലും ഇത് തുടരാനുള്ളതായ നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള യൂത്ത് ഫ്രണ്ട് ബി തൊടുപുഴ നിയോജക മണ്ഡലം നേതൃസംഗമവും പഠന ക്ലാസും തൊടുപുഴ ഐശ്വര്യ റെസിഡൻസിയിൽ നടക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പോൾ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം രക്ഷാധികാരി AR രതീഷ്, ചെയർമാൻ PP അനിൽകുമാർ, കൺവീനർ അനീഷ് തായ്ക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. നേതൃസംഘം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ ജോസഫ് സാറാണ്. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ശ്രീ P പീതാംബരം വെള്ള അവർ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. യുവജന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഉള്ള സെമിനാർ കേരള യൂത്ത് ഫ്രണ്ട് ബിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിബി ജോർജ് ഉദ്ഘാടനം ചെയ്യും. സെമിനാറിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ,
പങ്കെടുക്കുന്നതാണ്. ഉച്ചകഴിഞ്ഞ് 2-ന് തൊടുപുഴയാറും പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് കേരള കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പോൾസൺ മാത്യു സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത എഴുത്തുകാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമായ ശ്രീ മുട്ടം ശ്രീനി, ശ്രീ സുകുമാർ അരിപ്പുഴ എന്നിവർ സെമിനാർ നയിക്കും. തുടർന്ന് ആർ ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയ കേരളത്തിന്റെ അരനൂറ്റാണ്ട് എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം യൂത്ത് ഫ്രണ്ട് ലീഗ് ജില്ലാ പ്രസിഡന്റ് ശ്രീ AR രതീഷ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാർട്ടിയുടെയും യൂത്ത് ഫ്രണ്ട് വിയുടെയും ജില്ലാ നിയോജക ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വൈകിട്ട് 5-ന് നേതൃയോഗവും പഠന ക്യാമ്പും സമാപിക്കും. സാമൂഹ്യനീതി, സമഗ്ര വികസനം, രാഷ്ട്രീയ സദാചാരം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നടമാടുന്ന അക്രമങ്ങൾക്കും അനീതിക്കും മനുഷ്യാവകാശ ദംശനങ്ങൾക്കുമെതിരെ യൂത്ത് ഫ്രണ്ട് വി നിർഭയം പോരാടിയിട്ടുണ്ട്. ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ തുടർന്നും അതിശക്തമായി തന്നെ പോരാട്ടത്തിനിറങ്ങാൻ സംഘടന ശക്തി പ്രാപിക്കേണ്ടത് ഒരു ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചുങ്കം കോലാനി റോഡിലുള്ള പാലത്തിൻകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് DYFI തൊടുപുഴ വെസ്റ്റ് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. CPM ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് VB ദിലീപ് കുമാർ, CK ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്തി ലിവിംഗ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 25-ന് വൈകുന്നേരം 4 മണിക്ക് തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള തോട്ടുങ്കൽ ബിൽഡിംഗിൽ വെച്ച് സൗജന്യ യോഗ ആരോഗ്യ സെമിനാർ നടത്തും. വഴിത്തല ശാന്തിഗിരി കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഒക്ടോബർ 27 മുതൽ അട്ടപ്പാടിയിൽ ഉണർവ് 2012 എന്ന പേരിൽ ഗ്രാമീണ പുനരുദ്ധാരണ ക്യാമ്പ് സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ KSRTCയുടെ താൽക്കാലിക ഡിപ്പോ നവംബർ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. തൊടുപുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്നതിൽ പിശക്, സബ്സിഡിയുടെ ആനുകൂല്യം നഷ്ടപ്പെടുന്നതായി പരാതി. കർഷക ചൂഷണത്തിനെതിരെ ഏലം കർഷകർ സംഘടിക്കുന്നു. സ്വന്തം നിലയ്ക്ക് ലേലം നടത്താൻ നീക്കം. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.